രാവിലെ ജയ്സാൽമീർ ഫോർട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചിട്ട് ഫസ്റ്റ് പോയത് ബഡാബാഗിലേക്കാണ്. ജയ്സാൽമീറിൽ നിന്നും 10 കിലോമീറ്റർ തനോത്മാദ റൂട്ടിൽ സഞ്ചരിച്ചാൽ ബഡാബാഗിലെത്താം. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തനോത്തിലേക്ക് 122 കിലോമീറ്റർ ആണ് ഉള്ളത്. ജയ്സാൽമീറിൽ നിന്നും യാത്ര തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം 58-60 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് രാംഗഡിലെത്തിയത്. ഈ യാത്രയിൽ ഉടനീളം കണ്ടതിലെ ഏക നഗരവും രാംഗഡ് ആണ്. അടുത്തൊരു നഗരത്തിൽ എത്തണമെങ്കിൽ മിനിമം ഒരു 50 കിലോമീറ്റർ എങ്കിലും പോകണമെന്നർത്ഥം. ഇവിടെ നിന്ന് 50-55 കിലോമീറ്ററോളം ഇനിയും തനോത്തിലേക്കുണ്ട്. ഇതിനിടയിൽ മറ്റു നഗരങ്ങളൊന്നും തന്നെയില്ല. യാത്രയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒറ്റപ്പെട്ട ഒരു നഗരം. നഗരമെന്ന് വിളിക്കാമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ അല്പം കുടിവെള്ളവും ആൾപ്പെരുമാറ്റവും കുറച്ച് ഹോട്ടലുകളും ഒക്കെ കണ്ടത് ഇവിടെ മാത്രമാണ്. അതുമാത്രമല്ല, തനോത്ത് റൂട്ടിലേക്കുള്ള അവസാനത്തെ പെട്രോൾ പമ്പും ഇവിടെയാണുള്ളത്. ഞങ്ങളുടെ ഈ യാത്രയിലെ ഒന്നാമത്തെ അബദ്ധവും അതുതന്നെയായിരുന്നു. പെട്രോൾ പമ്പിന്റെ അവൈലബിലിറ്റിയെ പറ്റി അത്ര ആശങ്കപ്പെടാതെയാണ് ഞങ്ങൾ ഈ യാത്ര ഇറങ്ങി തിരിച്ചത്. ലഡാക്കിലെയൊക്കെ യാത്രയിൽ വളരെ റിമോട്ടായ സ്ഥലമായതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നതിനെ പറ്റിയൊക്കെ കാര്യമായി അന്വേഷിച്ചിറങ്ങി തിരിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാനത്തെ പെട്രോൾ പമ്പുകളൊക്കെ നോക്കി വെച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. എന്നാൽ ഈ യാത്രയിൽ പ്ലെയിനല്ലേ, രാജസ്ഥാനല്ലേ, ഇഷ്ടംപോലെ പെട്രോൾ പമ്പുകളൊക്കെ കാണും എന്നൊരു എക്സ്പെക്ടേഷനിൽ ഞങ്ങൾ അങ്ങനെ അവസാനത്തെ പെട്രോൾ പമ്പൊന്നും നോക്കിയില്ല. മാത്രമല്ല, റെന്റിനെടുത്ത ബൈക്കിൽ അല്പസ്വല്പം വിശ്വാസവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ അതൊരു ഹോണ്ട ഡിയോ അല്ല, ആക്റ്റീവയാണെന്ന് പിന്നീട് ഞാൻ തന്നെ വീഡിയോ നോക്കി ശ്രദ്ധിച്ചതാണ്. സാധാരണ നമ്മുടെ നാട്ടിലെയൊക്കെ ലേറ്റസ്റ്റ് മോഡൽ ആക്റ്റീവയ്ക്ക് ഒരു 40-45 മിനിമം മൈലേജ് ഉണ്ടാകും. എന്നാൽ ഞങ്ങളുടെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, ഞങ്ങളുടെ വണ്ടിക്ക് അത്ര മൈലേജ് പോരായിരുന്നു. കൂടാതെ രാംഗഡിൽ നിന്നും റീഫ്യൂൽ ചെയ്യാൻ ഞങ്ങൾ വിട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ജയ്സാൽമീറിൽ നിന്നും വാഹനം റെന്റിനെടുത്തോ അല്ലെങ്കിൽ സ്വന്തം വാഹനം എടുത്തോ മറ്റോ തനോത്തിലേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രാംഗഡ് കഴിഞ്ഞാൽ പിന്നെ തനോത്ത് വരെ പെട്രോൾ പമ്പുകളില്ല. അതുകൊണ്ട് ഒന്നുകിൽ ജയ്സാൽമീറിൽ നിന്നോ ഇല്ലെങ്കിൽ രാംഗഡിൽ നിന്നോ ഫ്യുവൽ തീർച്ചയായും ചെയ്തിരിക്കണം. രാജസ്ഥാനിൽ എത്തിയിട്ട് ഇതുവരെ മരുഭൂമി കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു ഞാൻ. ഥാർ ഡെസേർട്ട് എവിടെയെന്നുള്ളത് ഞാൻ കൂടെ ഗൂഗിൾ മാപ്പൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ ജയ്സാൽമീറിൽ നിന്നും തനോത്തിലേക്ക് പോകുന്ന ഈ യാത്രയിലാണ് യഥാർത്ഥത്തിൽ മരുഭൂമി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയ വെജിറ്റേഷനൊക്കെയുള്ള അവിടെയും ഇവിടെയും പച്ചപ്പൊക്കെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. പിന്നീട് ഭൂമിയുടെ ഒരു നേച്ചർ മാറി മാറി വന്നു. വെജിറ്റേഷൻ കുറഞ്ഞു വന്നു. അവസാനം തനോത്തിലെത്തിയപ്പോഴേക്കും തികച്ചും പൂഴിമണ്ണ് മാത്രമുള്ള വെജിറ്റേഷൻ തീരെ ഇല്ലാത്തൊരു ടോപ്പോഗ്രഫിയിലാണ് എത്തിച്ചേർന്നത്. ഇങ്ങനെ മരുഭൂമിക്ക് നടുക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു തോന്നലുണ്ടായത്. ഇത് നമ്മുടെ മലൈക്കോട്ട വാലിബൻ മൂവിയുടെ ലൊക്കേഷനൊക്കെ പോലെ ഉണ്ടല്ലോ എന്ന്. തോന്നൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ല. എൻ്റെ സഹയാത്രികനോട് അപ്പം തന്നെ പറഞ്ഞു, ഇല്ലേ, തോന്നുന്നില്ലേ ഇത് മലൈക്കോട്ട വാലിബൻ്റെ ലൊക്കേഷൻ പോലെ ഇല്ലേ എന്ന്. അപ്പോഴാണ് ഞാൻ ആ സത്യം അറിയുന്നത്. ജയ്സാൽമീറിനടുത്തുള്ള പൊഖാറനിലാണ് മലൈക്കോട്ട വാലിബൻ ഷൂട്ട് ചെയ്തതത്രേ. പൊഖാറൻ ജയ്സാൽമീറിൽ നിന്നും ജോധ്പൂരൊക്കെ പോണ റൂട്ടിലാണ്. നമ്മൾ തനോത്തിലെത്തിക്കഴിഞ്ഞു. കണ്ടില്ലയോ റോഡ് സൈഡിൽ 2 ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നത്? എന്താണെന്നറിയില്ല, ഒട്ടകങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വിടാതെ പിടിക്കും. ഇതാണ് നമ്മൾ കൊച്ചുവെളുപ്പാങ്കാലത്തെ 122 കിലോമീറ്റർ ഒരു ആക്റ്റീവ് ഓടിച്ചു വന്ന് കണ്ട തനോത്ത് മാതാ ക്ഷേത്രത്തിന്റെ മുൻവശം. ഇനി ക്ഷേത്രത്തിനുള്ളിൽ കയറണം. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അതിദാരുണമായ ആ സത്യം ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ പാനിക് ആകേണ്ട എന്ന് വിചാരിച്ച് എൻ്റെ സഹയാത്രികൻ എന്നോട് മറച്ചു വെക്കുകയായിരുന്നു. വണ്ടിയിൽ ലെവലേശം പെട്രോളില്ല. ഇനി എങ്ങനെ തിരിച്ചു പോകും മല്ലയ്യ എന്നോർത്ത് താഴിക്ക് കൈയും കൊടുത്തിരുന്നപ്പോഴാണ് ദേവദൂതനെ പോലെ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞത്, പേടിക്കേണ്ട, ഇവിടെ അടുത്ത് ബ്ലാക്കിൽ ഇഷ്ടം പോലെ പെട്രോൾ കിട്ടും, അല്പം വില കൂടുമെന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് 150 ഓക്കെ ദേ ദോ. 150 ഹിന്ദി മനസ്സിലാവാതെ അത് ഇംഗ്ലീഷിൽ ചോദിച്ച ഞങ്ങളെ കണ്ടപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചു കാണും, എങ്ങനെയാണ് ഹിന്ദി അറിയാതെ ഈ പൊട്ടന്മാർ രാജസ്ഥാനിലൊക്കെ പോയിട്ട് വന്നത് എന്ന്. സത്യത്തിൽ ബേസിക് ഹിന്ദി മാത്രം അറിയാവുന്ന 2 പേരാണ് ഞങ്ങൾ. അത്യാവശ്യം സിനിമയും സീരിയലും ഒക്കെ കണ്ടുള്ള ഹിന്ദി വിവരം മാത്രം. എന്നാലും രാജസ്ഥാൻ മൊത്തം കറങ്ങി വരാൻ ഞങ്ങളുടെ ഈ ബേസിക് ഹിന്ദി കൊണ്ട് പറ്റിയെന്ന് വേണം കരുതാൻ.
യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഈ ലാംഗ്വേജ് ഒന്നും ഒരു ബാരിയറേ അല്ല. നൈറയുടെ പെട്രോൾ പമ്പിൽ നിന്നും 10 രൂപ കൂടുതലാണ് എന്ന കാരണം പറഞ്ഞ് പെട്രോൾ അടിക്കാതെ ഇറങ്ങിയ എന്റെ സഹയാത്രികൻ ഇപ്പോൾ 40 രൂപ എക്സ്ട്രാ കൊടുത്ത് ബ്ലാക്കിൽ നിന്നും പെട്രോളും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഓർക്കാൻ കൂടി വയ്യ. ഇവിടെ ബ്ലാക്കിൽ പെട്രോൾ കിട്ടാതിരുന്നെങ്കിലോ അല്ലെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞ ചേട്ടനെ കാണാതിരിക്കുകയോ ചെയ്തെങ്കിൽ രാജസ്ഥാനിലൂടെ പിച്ചക്കാരെ പോലെ തെണ്ടി നടക്കേണ്ടി വന്നേനെ. മാത്രമല്ല, ഇതിന് തൊട്ടപ്പുറമാണ് പാകിസ്ഥാൻ ബോർഡറും. ഇനി പെട്രോൾ അന്വേഷിച്ച് ബോർഡർ കടന്ന് അപ്പുറം എങ്ങാനും പോകേണ്ടി വന്നേനെ. എന്തായാലും ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് തന്നെ പെട്രോൾ കിട്ടി. ഇനി ലോങ്കേവാല വഴി സാം വരെ എത്താൻ ഏകദേശം ഈ പെട്രോൾ മതിയാകുമെന്ന് തോന്നുന്നു. പിന്നെ സാമിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ധാരാളം പെട്രോൾ പമ്പുകൾ ഉണ്ടാവും. ഇങ്ങോട്ട് വന്ന അബദ്ധം അങ്ങോട്ടേക്ക് ആവർത്തിക്കണ്ട എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ തിരിച്ച് സാം റൂട്ടിലേക്കുള്ള പെട്രോൾ പമ്പുകളെ പറ്റി ഞങ്ങളൊരു അന്വേഷണം നടത്തി. ഇനി ലോങ്കേവാലയൊക്കെ കഴിഞ്ഞു മന്ദ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യത്തെ പെട്രോൾ പമ്പ് ഉള്ളത്. ഇവിടെ നിന്നും ഇൻഡോ പാക് ബോർഡറിലേക്ക് ഏകദേശം 15 കിലോമീറ്ററേ ഉള്ളൂ. തനോത് മാതാ ക്ഷേത്രത്തിന് മുന്നേ തന്നെയുള്ള BSFന്റെ ഒരു ഓഫീസുണ്ട്. അവിടെ നമ്മളുടെ വണ്ടിയുടെ ഉൾപ്പെടെ ഉള്ള ഡീറ്റെയിൽസും നമ്മുടെ ഫോട്ടോ ഐഡന്റിഫിക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ പാസ് കിട്ടും. പക്ഷെ ഒരു പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നല്ല നീണ്ട ക്യൂ ആയിരിക്കും. അതുകൊണ്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ID കൊടുത്ത് പിറ്റേ ദിവസത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെയുള്ള പലരും അടുത്തൊക്കെയുള്ള ഡെസേർട്ട് സ്റ്റേകളിലൊക്കെ താമസിച്ചിട്ടാണ് അങ്ങനെ പാക് ബോർഡറിലേക്കൊക്കെ പോകുന്നത്. സെയിം ഡേ ഒക്കെ തന്നെ പോകാനും പറ്റും. പക്ഷെ രാവിലെ ക്യൂ നിന്നാൽ വൈകുന്നേരമാകും പോവാൻ. അങ്ങനെ അത്രയും സമയമെടുത്ത് ബോർഡറിൽ പോയാൽ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാനുകളെല്ലാം തന്നെ പൊളിയും. കാരണം വൈകുന്നേരം ഞങ്ങൾക്ക് സാം ഡെസേർട്ടിൽ ഒരു ക്യാമ്പൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ബോർഡറിൽ പോകുന്ന പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. എന്നാൽ ഞങ്ങൾ ജയ്സാൽമീറിൽ മിസ് ചെയ്ത കുറേ സ്പോട്ടുകളുണ്ട്. അതിലൊന്നാണ് ഈ ബോർഡറും. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ജയ്സാൽമീറിൽ വരണമെന്നും ഈ ഇൻഡോ പാക് ബോർഡറൊക്കെ കാണണമെന്നും നമുക്കൊരു പ്ലാൻ മനസ്സിലുണ്ട്. അധിക നേരം നിന്ന് സമയം കളയാതെ ഞങ്ങൾ തനോത് മാതാ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. നല്ല തിരക്കുണ്ട് ഇവിടെയും. മെയിൻ സ്ട്രീം ഹിന്ദുയിസത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറേ ദേവിമാര് രാജസ്ഥാനികൾക്കുണ്ട്. അതിലൊന്നാണ് ഈ തനോത് മാതയും. നമ്മൾ മുന്നേ ബിക്കാനീറിൽ കർണിമാതാ ക്ഷേത്രത്തിൽ പോയിരുന്നല്ലോ. അതുമാതിരിയൊക്കെ തന്നെ യുദ്ധദേവതയാണ് തനോത് മാതാവും. ഒരുപാട് വൈദേശിക ആക്രമണങ്ങളൊക്കെ നേരിട്ട ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. മാത്രമല്ല യുദ്ധവീര്യമുള്ള കുറെ ക്ഷത്രിയരുടെയൊക്കെ സ്ഥലം. അതുകൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ഇവരുടെ ദേവതാ സങ്കല്പങ്ങളും സ്പിരിച്വാലിറ്റിയും എല്ലാം തന്നെ. ഇതൊക്കെ കൂടാതെ ടെംഡേറായി, ദേഗ്രായി, ഖൊടിയാർ തുടങ്ങി ചരൺ സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറേയേറെ ദേവിമാർ ഇവർക്കുണ്ട്. ദേവീ സങ്കല്പങ്ങളാണ് കൂടുതൽ എന്ന് വേണം കരുതാൻ. ഹിംഗ്ലജ് മാത എന്നറിയപ്പെടുന്ന ചരൺ സാഹിത്യത്തിലെ ഒരു മാതൃദേവിയുടെ ഇൻകാർണേഷൻസ് ആണ് ഈ യുദ്ധദേവതമാരിൽ ഭൂരിഭാഗവും. ക്ഷേത്രം അതിന്റെ പുതിയ ഫോമിൽ ഇനാഗ്രേറ്റ് ചെയ്തത് 2011 അന്നത്തെ BSF കമാൻഡർ ആയിരുന്ന രമൺ ശ്രീവാസ്തവയാണ്. ആ പേര് മലയാളികൾ കുറച്ചു പേർക്കെങ്കിലും സുപരിചിതമായിരിക്കും. അദ്ദേഹം നമ്മളുടെ ഒരു മുൻ DGP കൂടിയാണ്. എന്നാൽ പഴയ തനോത് മാതാ ക്ഷേത്രം ഭാട്ടി രാജ്പുത്ര രാജാവായ താണു റാവു 822 AD സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കാം താർ ഡെസേർട്ടിന്റെ ഇങ്ങേ മൂലയ്ക്ക് കിടക്കുന്ന ഈ ഒരു കുഞ്ഞു ക്ഷേത്രത്തിന് ഇത്രയും പ്രസിദ്ധി? എത്രയധികം ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നു പോകുന്നത്. ഇതിനൊരു കാരണവുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന 2 യുദ്ധങ്ങളുണ്ട്. 1965 ഇൻഡോ പാകിസ്ഥാനി വാറും പിന്നീട് ബംഗ്ലാദേശിന്റെയൊക്കെ ലിബറേഷന് വഴിവെച്ച 1971 യുദ്ധവും. ഈ 2 യുദ്ധങ്ങളിലും ഈ ക്ഷേത്രത്തിന് വലിയ ചില കഥകളൊക്കെ പറയാനുണ്ട്. ചിലതൊക്കെ സത്യങ്ങളും ചിലതൊക്കെ അർദ്ധസത്യങ്ങളും ചിലതൊക്കെ അസത്യവുമാകാം. എന്നാലും പ്രാദേശികവാസികളും ഇന്ത്യയിലെ ഒരു വലിയ ജനവിഭാഗവും ഇത് വിശ്വസിക്കുന്നുണ്ട്. 1965 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏകദേശം 3000-ഓളം ബോംബുകളാണ് ഈ പ്രദേശത്ത് വർഷിക്കപ്പെട്ടത്. എന്നാൽ അവയിൽ ഒന്നുപോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് തന്നെ നിർവീര്യമാക്കപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ച് കേടുപാടുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഈ പ്രദേശം ഒന്നാകെ സംരക്ഷിച്ചത് തനോത് മാതാജി ആണെന്ന് ഈ പ്രാദേശികവാസികളും BSFും എല്ലാം വിശ്വസിച്ചു പോന്നു. അങ്ങനെ 1965 ശേഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഈ അമ്പലം ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഈ അമ്പലത്തിന്റെ പുനരുദ്ധാരണവും പിന്നീട് ഇതിന്റെ മാനേജ്മെന്റും എന്തിനിവിടെ പ്രസാദം കൊടുക്കുന്നത് പോലും BSFുകാരാണ്. അങ്ങനെ ഇന്ത്യയിലെ BSF മാനേജ് ചെയ്യുന്ന ഒരു അമ്പലം എന്ന രീതിയിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്.
പിന്നീട് 1971 വീണ്ടും ഇൻഡോ പാക് യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വന്ന പാകിസ്ഥാനി ടാങ്കറുകൾ മണലിൽ പുതഞ്ഞു പോവുകയും ആ തക്കം മുതലെടുത്ത് ഇന്ത്യൻ എയർഫോഴ്സിന് അവ നശിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. അതും തനോത് മാതാജിയുടെ അനുഗ്രഹമായി കരുതപ്പെടുന്നു. അതിനുശേഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഇന്ത്യൻ ആർമിയും ചേർന്ന് ടെമ്പിളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു വിജയസ്തംഭം സ്ഥാപിച്ചു. 1997 ഇറങ്ങിയ സണ്ണി ഡിയോളും ജാക്കി ഷ്രോഫും ഒക്കെ അഭിനയിച്ച പ്രസിദ്ധമായ ബോർഡർ മൂവിക്ക് കാരണമായ ലോങ്കേവാല വാറിന്റെ സ്മരണാർത്ഥമാണ് ആ വിജയസ്തംഭം അവിടെ സ്ഥാപിച്ചത്. ഇവിടെ ഈ കാണുന്ന വെള്ള തൂവാലകളൊക്കെ തന്നെ ഓരോരുത്തർ അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. ഇവിടുത്തെ ഒരു ആചാരം എന്തുവാന്ന് വെച്ചാൽ നമ്മളൊരു വെള്ള സ്കാർഫ് വാങ്ങി മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ച് ഇതേപോലെ കെട്ടുക. അതിനുശേഷം നമ്മുടെ ആഗ്രഹം നടന്നാൽ ഇവിടെ വന്ന് വീണ്ടും ആ സ്കാർഫ് തേടി കണ്ടുപിടിച്ച് അത് കെട്ടഴിച്ചു വിടുക. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നാതെ ഇരുന്നില്ല. ഒരു വെള്ള തൂവാല വാങ്ങിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയാലോ എന്ന്. എന്നാൽ ഇനി അതെങ്ങാനും നടന്നു കഴിഞ്ഞാൽ തിരികെ വന്ന് വാക്കു പാലിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അതിന് മുതിർന്നില്ല. നമ്മൾ ക്ഷേത്രത്തിന് വെളിയിലേക്കാണ്. ഇനി തനോത്ത് വിടുകയാണ്. പാകിസ്ഥാൻ ബോർഡർ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ബോർഡറിലേക്കുള്ള യാത്രയൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ ഈ നീണ്ട ക്യൂ കണ്ടോ? ഇതും ഫുള്ളും ബോർഡറിലേക്കുള്ള എൻട്രി പാസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരുടെ നീണ്ട ക്യൂ ആണ്. ഇതിൽ ഏജന്റുമാരും ടൂർ പാക്കേജിന്റെ ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇവിടെയും അല്ല ഓഫീസ്, ഇനിയും അങ്ങ് മുന്നോട്ടേക്ക് പോകണം. അവിടെ മുതൽ ഇവിടം വരെ ക്യൂ ആണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ക്യൂ നിന്ന് സമയം കളയാനില്ല. ഇനി ഒരിക്കൽ ജയ്സാൽമീർ മാത്രമായി വരുമ്പോൾ അതാവാമെന്ന് കരുതി ഞങ്ങൾ തനോത്തിൽ നിന്നും തിരിച്ച് ലോങ്കേവാല റൂട്ടിലാണ് പോകുന്നത്. വന്ന വഴിയിൽ നിന്നും പാരലായി ജയ്സാൽമീറിലേക്ക് തന്നെ തിരികെയുള്ളൊരു റൂട്ടാണ് ലോങ്കേവാല റൂട്ട്. അവിടെയാണ് ലോങ്കേവാല വാർ മെമ്മോറിയലും ഉള്ളത്. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഏകദേശം പാകിസ്ഥാൻ ബോർഡറിൽ നിന്നും 15 മുതൽ 20 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു സ്ഥലത്തു കൂടിയാണ്. ഇതിനു മുന്നേ ലഡാക്കിൽ പോയപ്പോഴും ഞങ്ങൾ ഏകദേശം ബോർഡറിനടുത്ത് വരെയൊക്കെ എത്തിയതാണ്. ലഡാക്കിലെ ബോർഡറുകൾ ഇതിലും സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ആശ്വാസമൊന്നുമില്ല. ഇവിടെ ബോർഡർ കാണാൻ പറ്റിയൊരു അവസരമായിരുന്നു. എന്നാലും ഇവിടുത്തെ തിരക്കും ഞങ്ങളുടെ പ്ലാനിങ്ങിന്റെ ഒരു കുറവും കാരണം ഞങ്ങൾക്ക് അതൊന്ന് മിസ്സായി. മാത്രമല്ല ഇതൊരു ഓൾ രാജസ്ഥാൻ ട്രിപ്പാണല്ലോ, ഇനി എപ്പോഴെങ്കിലും ജയ്സാൽമീർ മാത്രമായി വരുമ്പോൾ കാണാമല്ലോ എന്നൊക്കെ ആശ്വസിച്ചാണ് എൻ്റെ തിരിച്ചുപോക്ക്. തിരിച്ചും ഥാർ ഡെസേർട്ടിന്റെ നടുക്കൂടെ തന്നെ നമ്മൾ സെയിം ടോപ്പോഗ്രഫി ഒക്കെ കണ്ടാണ് മടക്കം. മരുഭൂമിയെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് ആകെ മാറ്റിമറിച്ചൊരു യാത്രയായിരുന്നു ഇത്. ഞാൻ ചിന്തിച്ചത് നമ്മൾ ഈ അറബിക്കഥകളിലൊക്കെ കാണുന്ന പോലെ ഥാർ ഡെസേർട്ടും ചുട്ടുപൊള്ളി വരണ്ട് ഒട്ടും വെജിറ്റേഷൻ ഇല്ലാതെ കിടക്കുന്ന ഒരു മണൽ കൂമ്പാരമായിരിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മരുഭൂമിക്ക് വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത രൂപങ്ങളും ഉണ്ടെന്ന് ഈ യാത്ര എന്നെ പഠിപ്പിച്ചു. കൂടാതെ നട്ടുച്ചയാണെങ്കിലും വിന്ററിൽ ജയ്സാൽമീറിലെ മരുഭൂമികളിൽ നല്ല തണുപ്പാണെന്ന്. ഈ തിരിച്ചു പോകുന്ന യാത്ര ഏകദേശം 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള യാത്രയാണ്. എന്നാൽ തണുത്തു വിറച്ചിട്ട് സ്വെറ്ററൊക്കെ ഇട്ടാണ് എൻ്റെ യാത്ര. വൈകാതെ ഞങ്ങൾ ലോങ്കേവാല വാർ മെമ്മോറിയലിലെത്തി. തനോത്തിൽ നിന്നും വളരെ കുറച്ച് ദൂരം, അതായത് ഏകദേശം 10-30 കിലോമീറ്റർ മാത്രമേ ലോങ്കേവാലയിലേക്കുള്ളൂ. ഇതാണ് നമ്മളുടെ പ്രസക്തമായ ലോങ്കേവാല യുദ്ധം, അതായത് ബോർഡർ സിനിമയ്ക്കൊക്കെ കാരണമായ ലോങ്കേവാല യുദ്ധം നടന്ന മെമ്മോറിയൽ. തുടക്കത്തിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അകത്തേക്ക് കയറുമ്പോഴാണ് അവിടെ നിന്നൊരു സൈനികൻ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വീഡിയോ അലൗഡ് അല്ല. അകത്ത് വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു നിന്ന് കുറച്ച് ടാങ്കുകളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ബാക്കിയുള്ളത് ഫോട്ടോഗ്രാഫി അലൗഡ് ആയതുകൊണ്ട് ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ഏകദേശം 4000-ഓളം വരുന്ന പാകിസ്ഥാൻ ആർമിയുടെ മിന്നൽ ആക്രമണത്തിൽ പതറിപ്പോകാതെ ഇന്ത്യയുടെ ലോങ്കേവാല ബോർഡർ പോസ്റ്റ് ഇന്ത്യൻ ജവാന്മാർ കാത്തു സൂക്ഷിച്ചു. പിന്നീട് ഇന്ത്യൻ എയർഫോഴ്സ് എത്തി ഇവർക്ക് എയർ കവർ ആകുന്നിടം വരെ ആ ബോർഡർ പോസ്റ്റ് പിടിച്ചു വെച്ച ധീരരായ സൈനികരുടെ സ്മരണാർത്ഥമാണ് ലോങ്കേവാല മെമ്മോറിയൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായ 3 ഫോഴ്സുകളും, അതായത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങി 3 വിഭാഗങ്ങളുടെയും പ്രത്യേകം റെപ്രസെന്റേഷനുകൾ ഇവിടെയുണ്ട്. കൂടാതെ യുദ്ധത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ഒട്ടേറെ ആയുധങ്ങളും പിന്നെ യുദ്ധത്തിൽ ചരമമടഞ്ഞ വീരസൈനികരുടെ കഥകളും അവരുടെ വീരകൃത്യങ്ങളും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലോങ്കേവാലയിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ്.
ഇനി തിരിച്ച് സാമിലേക്ക് എത്തണം. വൈകുന്നേരം ഒരു 3-4 മണി ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഡെസേർട്ട് ക്യാമ്പിൽ എത്തുമെന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സമയം ഇപ്പോൾ തന്നെ 3-4 മണി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ തിരിച്ചുപോക്ക് രാജസ്ഥാനിലെ നന്നേ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ്. ഗ്രാമങ്ങൾ എന്ന് പറയാനുള്ള അത്ര ആൾതാമസമൊന്നും ഈ ഏരിയയിലൊന്നുമില്ല. എന്നാലും ചെറിയ വട്ടത്തൊപ്പി മാതിരിയുള്ള മേൽക്കൂര വെച്ച കുഞ്ഞി കുടിലുകൾ ധാരാളമുണ്ട് ഇവിടങ്ങളിൽ. റോഡുകളൊക്കെ വളരെ അടിപൊളിയാണ്. ഒട്ടും കുണ്ടോ കുഴിയോ ഒന്നും നമ്മളുടെ നാട്ടിലെ പോലെയില്ല. എന്നാൽ റോഡിന് ഇരുവശവുമുള്ള കാഴ്ച പലതും ദൈന്യത ഉണർത്തുന്നതാണ്. ആടിനെ മേയ്ക്കുന്നവരും ചെറിയ ചെറിയ കൈപ്പണികൾ ചെയ്യുന്നവരുമായ ട്രൈബൽസ് ആണ് ഈ കുടിലുകളുടെ ഓണേഴ്സിലധികവും. അന്നന്നത്തെ അന്നത്തിനായി ഈ വരണ്ട കാലാവസ്ഥയിൽ സ്വന്തം ജീവിതം തെള്ളി നിൽക്കുന്ന സാധാരണ ജനത. ഇനി ബാക്കി രാജസ്ഥാൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.